എൽ കെ അദ്വാനി റെപ്രസെൻ്റ് ചെയ്യുന്ന രാഷ്ട്രീയത്തോട് വിയോജിക്കുമ്പോഴും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ ഇന്ന് ശക്തമായ നിലയിലെത്തിക്കുന്നതിൽ അടിത്തറ പാകിയ ആളാണ് ലാൽ കൃഷ്ണ അദ്വാനി. അക്കാര്യത്തിലൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ ആശയത്തെ എതിർക്കുമ്പോൾ തന്നെ ഇപ്പോൾ നോക്കൂ, 1980 ഈ പ്രസ്ഥാനം രൂപപ്പെടുമ്പോൾ വാജ്പേയിയും അദ്വാനിയുമാണ് അതിൻ്റെ ഫേസസ് എന്ന് പറയുന്നത്. അതിൻ്റെ മുഖ്യമായ ഫേസ് വാജ്പേയി തന്നെയാണ്. വാജ്പേയിയാണ് സീനിയറും അദ്വാനിയേക്കാൾ. പക്ഷേ ആ പ്രസ്ഥാനത്തെ 92 ഈ പറയുന്ന ബാബറി മോസ്ക് ഡിമോളിഷൻ്റെ ആ ഘട്ടത്തിലൂടെ വളർത്തിയെടുത്ത് ഈ പറയുന്ന രാജ്യം മുഴുവൻ രഥയാത്ര നടത്തി ഇതിനൊരു അടിത്തറയുണ്ടാക്കി ഇതിനൊരു വലിയ സംഘടനയാക്കി മാറ്റുന്നതിൽ അദ്വാനി വഹിച്ച പങ്ക് വലിയ പങ്കാണ്. പക്ഷേ അതിൻ്റെ ഗുണഭോക്താവായിരുന്നു വാജ്പേയി എന്ന് പറയാം. ഇപ്പോൾ ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് ഇതൊരു കറുത്ത ദിനമാണെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ വാജ്പേയി. പക്ഷേ വാജ്പേയി പ്രധാനമന്ത്രിയാവുകയും അദ്വാനി ആഭ്യന്തരമന്ത്രിയുമാവുകയാണ് ചെയ്തത്. ഒരു സെക്കൻഡ് മാൻ ഇൻ ക്യാബിനറ്റ് എന്ന് പറയാം. പക്ഷേ അപ്പോഴും വാജ്പേയിയേക്കാളും പവർഫുൾ ആയിരുന്നു അദ്വാനി. ഞാൻ ആ ഘട്ടത്തിലുണ്ട് അവിടെ. ഇപ്പോൾ 2000 ഈ പറയുന്ന ഗുജറാത്തിലായിട്ട് നടക്കുന്ന സമയത്ത് ക്യാബിനറ്റ് കൂടുമ്പോൾ വാജ്പേയി ആവശ്യപ്പെടുന്നത് മോഡി രാജിവെക്കണം എന്നാണ്. ഇത് ഗുജറാത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ അപമാനകരമായൊരു സംഭവമാണെന്നും അതുകൊണ്ട് നിർബന്ധമായും നരേന്ദ്രമോദിയെ മാറ്റണമെന്നും വാജ്പേയി നിലപാടെടുത്തു. ഒരേ സമയം വാജ്പേയിയായും അദ്വാനിയുമായും വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവാണ് നരേന്ദ്രമോദി. ആ അർത്ഥത്തിൽ ഈ രണ്ടുപേരുടെയും പിന്തുണയോടുകൂടിയാണ് കേശുഭായ് പട്ടേലിനെ മാറ്റിയിട്ട് ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നരേന്ദ്രമോദി പോകുന്നത്. നിങ്ങൾ പഴയ യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം വാജ്പേയിയുടെ വീട്ടിൽ പോയി നിന്നുകൊണ്ട് ഹോളി കളിക്കുന്ന നരേന്ദ്രമോദിയെ. വളരെ രസകരമായൊരു നൃത്തം അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ പറയുന്ന ബാബറി യാത്ര, അയോധ്യ യാത്രയിൽ മുഖ്യ സംഘാടകനായിരുന്നു നരേന്ദ്രമോദി. ഈ വണ്ടിയിൽ ഒരു ചിത്രമുണ്ടല്ലോ, ഉണ്ട് ഇവരിക്കും രണ്ടുപേരും നിൽക്കുന്ന ചിത്രമുണ്ട്. മാത്രമല്ല ഒ രാജഗോപാലിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ കേരളത്തിലൊക്കെ വരുമ്പം യാത്ര വരുമ്പം അങ്ങനെയാണ് ഒ രാജഗോപാലും നരേന്ദ്രമോദിയായിട്ട് അടുക്കുന്നത്. അപ്പം അത്ര വലിയ സംഘാടകനായിരുന്നു. അപ്പോൾ ഒരേ സമയം രണ്ടുപേർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു. ആ അർത്ഥത്തിലാണ് നരേന്ദ്രമോദിയെ പ്ലേസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഗുജറാത്ത് പ്രശ്നമുണ്ടാകുമ്പോൾ വാജ്പേയി ഉറച്ച നിലപാടെടുക്കുന്നതെന്ന് മാത്രവുമല്ല, അതിനെ അദ്വാനി എതിർത്തു എന്ന് മാത്രമല്ല, അന്ന് കെ ആർ നാരായണൻ രാഷ്ട്രപതിയാണ്. കെ ആർ നാരായണൻ ആവശ്യപ്പെടുന്നുണ്ട് പട്ടാളത്തെ വിടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു ഡോക്യുമെൻ്റാണ് കേട്ടോ. പട്ടാളത്തെ വിടാനും തയ്യാറാകുന്നില്ല. അപ്പം മന്ത്രിസഭയിൽ പരിപൂർണമായും ഒറ്റപ്പെടുകയാണ് വാജ്പേയി. ഈ ജസ്വന്ത് സിംഗിൻ്റെ ഒരു വെളിപ്പെടുത്തലുണ്ട്. വാജ്പേയി രാജിവെക്കാൻ തീരുമാനിക്കുന്നു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തീരുമാനിക്കുമ്പോൾ അത് ജസ്വന്ത് സിംഗിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ജസ്വന്ത് സിംഗ് ഉടനെ പ്രമോദ് മഹാജനെ വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് ഇവർ രണ്ടും കൂടി പെർസ്യൂ ചെയ്തിട്ടാണ് ഇയാളെ തിരിച്ചു നിർത്തുന്നത്, വാജ്പേയി തിരിച്ചു നിർത്തുന്നത്. അപ്പോൾ 2004 പക്ഷേ 2002 ഉപപ്രധാനമന്ത്രിയാകുന്നുണ്ട്. അപ്പോൾ ഉപപ്രധാനമന്ത്രിയാകുന്നത് എങ്ങനെയാണെന്നറിയോ അദ്വാനി PTIയുടെ ചീഫിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പാർട്ടിയിൽ ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഉപപ്രധാനമന്ത്രിയാകും എന്ന് പറയുന്നുണ്ട്. അത് വാജ്പേയി വിദേശയാത്ര നടത്തുന്ന സന്ദർഭത്തിലാണ്. അപ്പോൾ PTI അടിച്ചാൽ എന്താ പ്രശ്നം വരിക? PTI ഏജൻസി അല്ലേ, രാജ്യത്തെ എല്ലാ പത്രങ്ങളും അടിക്കും ഇങ്ങനൊരു വളരെ സീരിയസ് ആയ ചർച്ച നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ വാജ്പേയി ആ സമയത്ത് വന്ന കമൻറ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വാജ്പേയി തിരിച്ചു വരുമ്പോൾ മാധ്യമപ്രവർത്തകരെല്ലാം ചോദിക്കുകയാണ് ഇങ്ങനെ അദ്വാനി ഉപപ്രധാനമന്ത്രിയാക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ വാജ്പേയിയുടെ ഒരു കമൻറ്റ് ഉണ്ട്, അദ്വാനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ ഈ രീതിയിൽ അധികാരത്തിനോട് എങ്ങനെയും പിടിച്ച് നിൽക്കാം, അടുത്തടുത്ത് വരണമെന്നും വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്ന ആളാണ് അദ്വാനി. 2002 ഉപപ്രധാനമന്ത്രിയാവുന്നു. 2004 അല്ലെങ്കിൽ 2009 ഒക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നും വിശ്വസിച്ചിരുന്ന ഒരാളാണ്. എന്തിനേറെ പറയുന്നു, 2014 ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് അദ്വാനി. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അവിടെയാണ് നരേന്ദ്രമോദിയും അദ്വാനിയും തമ്മിൽ തെറ്റുന്നത്. അതിന് BJP-ക്കാർ അകത്തിട്ടുന്നൊരു, എനിക്ക് തോന്നുന്നു അരുൺ ജെയ്റ്റ്ലിയാണ് ആ പേരിട്ടെന്ന് തോന്നുന്നു, ഒരു 260 ക്ലബ് എന്നൊരു കളി ഉണ്ടായിരുന്നു. അതായത് ഷോർട്ട് ഓഫ് മെജോറിറ്റി വരും. അപ്പോഴും വിചാരിക്കുന്നില്ല 275 കടക്കുമെന്ന് വിചാരിക്കില്ല. അദ്വാനി പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ഇനിയൊരു കേവല ഭൂരിപക്ഷം കിട്ടുന്ന സർക്കാർ ഇന്ത്യയിൽ അടുത്ത ഒരു 3-4 പതിറ്റാണ്ട് കാലത്ത് ഉണ്ടാവില്ല എന്ന് പറയുന്നു. എന്നിട്ട് അന്ന് മോഡിയുടെ ഗ്രൂപ്പിൽ ഈ അരുൺ ജെയ്റ്റ്ലിയൊക്കെ നിൽക്കുമ്പം അവരിട്ട പേരാണ് ഈ 260 ക്ലബ്. അതായത് ഇവരുടെ ഒരു കാൽക്കുലേഷൻ, അദ്വാനിയുടെ ഒരു കാൽക്കുലേഷൻ, ഒരു 260 വന്ന് നിൽക്കും നമ്മൾ. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിന്നെ പ്രധാനമന്ത്രി ഞാനാണ്. കാരണം പിന്നെ മോഡി അംഗീകരിക്കത്തില്ല. ഇപ്പോൾ അന്ന് 98 മോഡിയെ വാജ്പേയി പ്രധാനമന്ത്രിയാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ കോയലേഷൻ പാർട്ട്നേഴ്സ് വാജ്പേയി അംഗീകരിക്കുകയുള്ളൂ, അദ്വാനി അംഗീകരിക്കത്തില്ല. കാരണം ബാബറി മസ്ജിദ് തകർക്കുന്ന യാത്ര നടത്തിയ ആളാണ്. അപ്പോൾ വാജ്പേയി ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് ആയിട്ട് അവിടെ വരികയാണ്. അതേപോലെ തന്നെ ഇനിയൊരു ഘട്ടം വരികയാണെങ്കിൽ വെൻ കമ്പയറിംഗ് വിത്ത് മോദി, അദ്വാനി ഹാർഡ് ലൈനർ അല്ല, അത്രയും ഹാർഡ് ലൈനർ അല്ല. അയോധ്യക്കാർ കുഴപ്പമാണ് അഹമ്മദാബാദ് എന്നൊരു ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്വാനി വരിക്കുന്നു. അങ്ങനെ ഇതിനെ ടോർപ്പിഡോ ചെയ്യാൻ, അതായത് തൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള യാത്രയെ ടോർപ്പിഡോ ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് എൽ കെ അദ്വാനി എന്ന് ഒരു ബോധ്യത്തിലേക്ക് നരേന്ദ്രമോദി വരുന്നു. അവിടുന്നാണ് ഇവർ ഈ തെറ്റുന്നത്. പിന്നെ നരേന്ദ്രമോദി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പരമാവധി സൈഡ് ലൈൻ ചെയ്യാന്നുള്ളതാണ്. ചില വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, ഈ മോഡി ഇങ്ങനെ വന്നിട്ട് നരേന്ദ്രമോദി തൊഴുമ്പം നരേന്ദ്രമോദി നോക്കാതിരിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അത്ര വളരെ വളരെ മോശമായ പെരുമാറ്റമായിരുന്നു ആ അർത്ഥത്തിലൊക്കെയുള്ളത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് മാർഗദർശൻ മണ്ഡലിലേക്ക് മാറ്റുന്നു. പിന്നെ നേരത്തെ നികേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു പക്ഷേ രാഷ്ട്രപതി ആക്കാമായിരുന്നു. അവിടെയും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. അവിടെ ഒന്നും തനിക്ക് താഴെയുള്ള ആളുകൾ മതി എല്ലാ സ്ഥലങ്ങളിലും. ആ രീതിയിലാണ് നരേന്ദ്രമോദി അത് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പം ഈ പറയുന്ന ഏതാണ്ട് ഒരു ഗുരുദക്ഷിണ സ്വഭാവത്തിൽ തന്നെയുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ പറയുന്ന ഭാരതരത്ന ഇപ്പോൾ കൊടുക്കുന്നു എന്നുള്ളത്. ആ പാർട്ടിയെ സംബന്ധിച്ചും ആ പാർട്ടിക്ക് ഒരു അടിത്തറ പാകി ആ പാർട്ടിയെ അധികാരത്തിലെത്തിക്കുന്നതിന്
ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ച ആളെന്നുള്ളതായിരിക്കും ആ പാർട്ടിക്ക് അദ്വാനി അംഗീകരിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ അദ്വാനിക്ക് ആ പാർട്ടിയുടെ ഒരു സംഭാവനയായി, ഒരു ഗുരുദക്ഷിണയായി, നരേന്ദ്രമോദിയുടെ ഒരു ഗുരുദക്ഷിണയായി ഭാരതരത്നയെ വിലയിരുത്താം. ഭാരതരത്ന അർഹിക്കുന്ന ഒരാളാണോ എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ വിഷയമാണ്. അതിലിപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം കാര്യം പറഞ്ഞില്ല. അദ്വാനിയുടെ ഭാഗത്തുണ്ടായ ഒരു കൗതുകരമായ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ മുഹമ്മദ് അലി ജിന്നയെ മതേതരവാദി എന്ന് വിളിച്ചു. അതിന്റെ പേരിൽ വലിയ വിവാദമുണ്ടായി, രാജിവെക്കേണ്ടി വന്നു. പിന്നെ രാജി പിൻവലിച്ചു. പക്ഷെ അപ്പോഴും ആ നിലപാട് മാറ്റിയിട്ടില്ല. അത് പക്ഷേ അദ്വാനി പറഞ്ഞതറിയാം, അദ്വാനിക്ക് ഒരു പ്രസംഗം എഴുതി കൊടുത്തത്, അദ്ദേഹത്തിന്റെ പേര് കർണാടകക്കാരനാണ്, അദ്ദേഹത്തിന്റെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ എഴുതി കൊടുത്ത ആൾ അറസ്റ്റ് തന്നെ കേട്ടോ. പക്ഷേ അവിടെ പോയിട്ട് ഈ മതേതര വാദിയായിരുന്നു ജിന്ന എന്ന് പറയുന്നതിനകത്ത് എനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും അതെൻ്റെ സെക്രട്ടറി എഴുതി തന്ന സ്പീച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത് ആദ്യം അതിനകത്ത് തടിതപ്പാനൊക്കെ പോയത്. അതുപോലെ വാജ്പേയി ഞാൻ പരിപൂർണ്ണ സംഖ്യയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞാനൊരു RSS പ്രവർത്തകനാണ് എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത്തരം വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളപ്പോൾ പോലും ഈ പറയുന്ന ഇതിപ്പം ഒരു അതാ ഞാൻ പറഞ്ഞത്, ഈ അദ്വാനി ഒരു ഭാരതരത്ന കിട്ടേണ്ട ആളാണോ എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ ചർച്ചയാണ്, വേറൊരു വിഷയമാണത്. പക്ഷേ BJP ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനെ നരേന്ദ്രമോദി അംഗീകരിക്കുന്നു. Meet the editors.